നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ആഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിലെനിക്കു ജീവജലം തന്നേ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിലെനിക്കു ജീവജലം ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. നിന്നെ പരദേശിയാ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്നെ പരദേശിയാ നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചനാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ചനാഥനെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർമധ്യയാർത്തു പാടും സുന്ദരം ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർമധ്യയാർത്തു പാടും സുന്ദരം ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. വീണ്ടും നമുക്കിന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തെ
ആമേൻ. മഹത്വപ്പെടുത്തേണ്ടതിന് നമുക്ക് ആരാധനയായ ദൈവസ്ഥലിലേക്ക് കടന്നു വരാൻ നമുക്ക് എല്ലാവർക്കും നമുക്ക് എണീറ്റ് നിന്ന് ഗീതം ഗീതം ജയ ജയ ഗീതം എന്നുള്ള ആ പാട്ട് ആമേൻ നമുക്ക് കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തേണ്ടതിനാണ്. ആമേൻ. നാം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും എല്ലാവർക്കും എണീറ്റ് സർവശക്തനായ ദൈവത്തെ കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു. ഗീതം എല്ലാവരും സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് ഒരു ജയത്തിന്റെ ഗീതം പാടി സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ സുഖരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ സുഖരായിരിപ്പിൻ. നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ അലസത ശരിയാണോ? നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ അലസത ശരിയാണോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഓ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. കരുണിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. കരുണിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം
ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ ഉലകമഹാന്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ ഉലകമഹാന്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ നമ്മൾ ഉന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ കാണിടുന്നു നമ്മൾ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗപിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും നമ്മൾ എല്ലാ മാസവും പ്രാർത്ഥിച്ച് വരുന്നത് പോലെ തന്നെ ഭാരതത്തിൻ്റെ 28 സംസ്ഥാനം അതിൻ്റെ ഒരു ചില സംസ്ഥാനങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഓരോ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കേണ്ട അവസരമായിരിക്കുകയാണല്ലോ എന്ന് പകൽ വേളയിൽ നമുക്ക് ആദ്യം 1, 2, 3 സ്റ്റേറ്റുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മധു അവരുകൾ മുന്നോട്ട് കടന്നു വരും. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് 3 സംസ്ഥാനങ്ങൾക്കായി നമുക്ക് പ്രാരംഭത്തിൽ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവദാസൻ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തോട് ചേർന്ന് വിവാസനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇടയായിത്തീരും. പ്രിയ കർത്തവ്യത്തിനെ മുന്നോട്ട് ക്ഷണിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം. അധ്യക്ഷനായിരിക്കുന്ന പ്രിയ കർത്തദാസൻ അവയെ കൂടെ കടന്നു വരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൗത്യം 3 സ്റ്റേറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാനാണ്. 1 പഞ്ചാബ്, 2 ഹിമാചൽ പ്രദേശ്, 3 ഉത്തരാഖണ്ഡ്. ഹല്ലേലൂയ. പഞ്ചാബിന്റെ അതിന്റെ തലസ്ഥാനം ചണ്ഡീഗഡാണ്. 22 സ്റ്റേറ്റ്. ഹല്ലേലൂയ സ്തോത്രം. ഹിമാചൽ പ്രദേശിലെ സിംല, ഉത്തരാഖണ്ഡിലെ ഡെഹ്റാഡൂൺ. ഈ 3 സ്റ്റേറ്റിനെ ഓർത്തുകൊണ്ട് അല്പസമയം നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തമായി ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഈ വർദ്ധിച്ചു വരുന്ന ദൈവമക്കൾക്കെതിരെ പോരടിക്കുന്ന സകല പോരുകളെ തകർക്കുവാൻ ഇന്നലെ ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ 44ാമത്തെ മാസം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുവാണ്. അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഇടുമെന്ന് പ്രാർത്ഥിക്കുവാണ്. ദൈവം ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം ശക്തിയോടെ ഞങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഭരണതന്ത്രമാരെ പിടിക്കടകത്തോവേ, പഞ്ചാബിനെ തോളെത്തികത്തോവേ, അതിന്റെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിമാരും പോലീസ് അധികാരികളെയും എല്ലാ ഡിസ്ട്രിക്റ്റിനെയും നിന്റെ കാലത്തിൽ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹിമാചലിലോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. അവിടെയുള്ള എല്ലാ മക്കളും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഉത്തരാഖണ്ഡിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ 3 സ്റ്റേറ്റിനെ ഓർത്തുകൊണ്ട് സൈമൺ ബ്രദർ സൈമൺ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതാണ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ അതുകൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ 3 സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവമുഖാന്തരം ഒരിക്കൽ വലിയ മത്സരം ആസ്വദിക്കുന്നു.
കർത്താവെ ഞങ്ങൾ പഞ്ചാബിനെ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഹിമാലയ പ്രദേശിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവ് ഉത്തർപ്രദേശിൽ പ്രാർത്ഥിക്കുന്നു. ഈ 3 ദേശങ്ങളെയും ദൈവാനുഗ്രഹിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന കർത്താവ് സ്വന്തം മുഖ്യമന്ത്രിമാരെ ദൈവ അനുഗ്രഹിക്ക് ബലപ്പെടണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന MLA-മാരെയോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ ആയിരിക്കുന്ന MP-മാരെയോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്വന്തം വ്യക്തികൾ കർത്താവെ വചനം പറയുന്നല്ലോ, കർത്താവെ ഒരു ഭാവി മാനസാന്തരപ്പെട്ടാൽ സ്വർഗ്ഗം സന്തോഷിക്കുമെന്നും അങ്ങനെയാണെങ്കിൽ അതേ കർത്താവെ സ്വന്തം ഞങ്ങൾ ഇന്ത്യയിലെ പ്രാർത്ഥനയ്ക്ക് കർത്താവെ 44ാമത്തെ കർത്താവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും ദൈവശ്രദ്ധ പറ്റി കേട്ടും അവിടെ ആയിരിക്കുന്ന ഗുണ്ട തലവന്മാരെ ദൈവം തൊടുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മന്ത്രിമാരെ തൊടുമാർ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ കർത്താവെ സ്വന്തം ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും യേശുവേ സ്വർഗം അനുഗ്രഹിക്കും, അവിടുത്തെ ബലപ്പെടുത്തുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം എന്ന പകൽക്കാലം അങ്ങനെ ചെയ്തിരിക്കുന്ന വലിയ മനസ്സിലാക്കി ചോദിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്വത്രം 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 ഹല്ലേലൂയ. എൻ മുഖം വാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. എൻ മുഖം വാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മനിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യാം. അവിടെയുള്ള ദൈവദാസന്മാരെ ബലപ്പെടുത്താവുന്നതിനായി സ്തോത്രം ചെയ്യാം. അവിടെയുള്ള വേല ശക്തമായി വർദ്ധിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. 4, 5, 6 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹരിയാന, രാജസ്ഥാൻ, ആമേൻ, ഉത്തർപ്രദേശ്, ആമേൻ, 4, 5, 6 ഈ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം നമ്മുടെ ശ്രീപാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ലീഡ് ചെയ്യും. ആമേൻ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ലിസ്റ്റില് 4, 5, 6 ഹരിയാന സംസ്ഥാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ചണ്ഡീഗഡാണ് അതിന്റെ തലസ്ഥാനം. 22 ജില്ലകൾ ആ സംസ്ഥാനത്തുണ്ട്. ആ ദേശത്തിന്റെ ഉണർവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ, ജയ്പൂർ അതിന്റെ തലസ്ഥാന നഗരമാണ്. 33 ജില്ലകൾ ആ ദേശത്തുണ്ട്. അടുത്തത് ഉത്തർപ്രദേശ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 75 ജില്ലകൾ ഉത്തർപ്രദേശിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഗ്രാമങ്ങളുള്ളതും ഏറ്റവും അധികം ജില്ലകളുള്ളതുമാണ് ഉത്തർപ്രദേശ്. വലിയ ഒരു സ്റ്റേറ്റ് ആണ്. ലക്നൗ ആണ് അതിൻ്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത്. നമുക്ക് ഈ 3 സ്ഥലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ബൈബിൾ പ്രകാരം പറയുന്നു, തലസ്ഥാനം പിടിച്ചടക്കിയാൽ നമ്മുടെ ദേശം, ഒരു പട്ടണം, ഒരു രാജ്യം പിടിച്ചടക്കിയിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ, വോട്ടൊക്കെ വരുമ്പോൾ, ഇലക്ഷനൊക്കെ സമയത്ത്, നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് മിക്കവാറും രാഷ്ട്രീയക്കാരെല്ലാം പറയുന്നൊരു കാര്യമാണ്, തലസ്ഥാനം അഥവാ തിരുവനന്തപുരം പിടിച്ചടക്കണം. കാരണം ട്രിവാൻഡ്രമാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും തലസ്ഥാനം, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നതുപോലെ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന സ്ഥലം ഉത്തർപ്രദേശാണ്. സ്വതന്ത്രം. ഈ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം 75 ജില്ലകളുണ്ട്. നമുക്ക് ഭാരതത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയാണ്, നമുക്കറിയാം. എന്നാൽ ഉത്തർപ്രദേശ്
ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ പ്രാർത്ഥിക്കേണ്ട ശക്തമായ പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ആ ദേശത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മളിൽ പലരും പോയിട്ടില്ല അവിടെ, സ്തോത്രം. എന്നാൽ പോയ ദൈവദാസന്മാരും ഉണ്ട്. നമുക്ക് വിശ്വാസ കണ്ണുകളാൽ കണ്ട് പ്രാർത്ഥിക്കാം. ഉത്തർപ്രദേശിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും പീഡനങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ രാജസ്ഥാൻ 2 മലയാളി പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തു ജയിലിലാണ്. ദേവദാസൻ പറഞ്ഞു, പ്രത്യേകിച്ച് രാജസ്ഥാനിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വലിയൊരു കൺവെൻഷൻ, വലിയൊരു ക്രൂസൈഡ് നടന്ന അതുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ 2 ദൈവദാസന്മാരെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ ന്യൂസ് ഉണ്ട്. നമുക്കറിയാം ആ ജയിലിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി രാജസ്ഥാനിൽ ജയിലിലായിരിക്കുന്ന 2 മലയാളി ദേവദാസന്മാർക്ക് പാസ്റ്റർ CP രാജു ഉത്തർപ്രദേശിൽ ഹല്ലേലൂയ ആ ദൈവദാസന്മാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് സ്തോത്രം. ഹരിയാനയ്ക്ക് വേണ്ടി, രാജസ്ഥാന് വേണ്ടി, ഉത്തർപ്രദേശിന് വേണ്ടി, പ്രത്യേകിച്ച് ജയിലുകളിൽ അടയ്ക്കപ്പെട്ട ദൈവദാസന്മാരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി വിടുവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതനെ ഇറക്കി അത്ഭുതം ചെയ്ത കർത്താവ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ കൃപ ഇന്ത്യയിലെ പട്ടണങ്ങളിൽ, ഹരിയാനയിൽ വെളിപ്പെടട്ടെ, രാജസ്ഥാനിൽ വെളിപ്പെടട്ടെ, ഉത്തർപ്രദേശിൽ വെളിപ്പെടട്ടെ. ഓരോ ജില്ലകളിലും, തലസ്ഥാന നഗരങ്ങളിലും, പട്ടണങ്ങളിൽ മേലും, ഗ്രാമങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ കരം പ്രവർത്തിക്കേണ്ടതിനായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവം അവിടെ പ്രവർത്തിക്കേണ്ടതിനായി, സുവിശേഷത്തിന്റെ വാതിലുകൾ ശത്രു അടയ്ക്കുന്നതിന്റെ ഒരു വശത്ത് ഹല്ലേലൂയ ദൈവം സഭകളെ പണിയുവാൻ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായി, അനേകം ആത്മാക്കൾ ഇന്ത്യയിൽ വിടുവിക്കപ്പെടുവാൻ, ഈ പട്ടണങ്ങളിൽ വിടുവിക്കപ്പെടേണ്ടതിനായി ഹല്ലേലൂയ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഈ 3 സ്റ്റേറ്റുകളെ ഓർത്തുകൊണ്ട് സൈമൺ മാസ്റ്ററുടെ വൈഫ് ആന്റി പ്രവർത്തിച്ചു. പറയപ്പെട്ട കർത്താവെ 3 വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ ദേശത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്റെ കരത്തിലേക്ക് സ്ഥലസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. അവിടുത്തെ കർത്താവെ ഹല്ലേലൂയ, നാദാ മന്ത്രിമാര്, പഞ്ചായത്ത് കർത്താവെ ഹല്ലേലൂയ, യേശുവേ നാദാ കർത്താവെ, സ്വതന്ത്രമേ പോലീസ് അധികാരികൾ കർത്താവെ, ആ കർത്താവെ ദേശീയ കർത്താവ് മുഖ്യമായ കർത്താവെ സ്തോത്രം. സകല വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥന കർത്താവിനെ കൂടിയിരിക്കണമേ കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സ്വന്തതയെ അവിടെ പ്രവർത്തിക്കുവാനാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വന്തം കർത്താവെ, അനവധി ഭക്തരെ രക്ഷിക്കപ്പെടുവാൻ സഭയുടെ ജനം ഒരുക്കണമേ നാദാ ഹല്ലേലൂയ കർത്താവെ. അതുപോലെ കർത്താവെ ജയിലായ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എത്രയും വേഗം ദൈവമാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കാര്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ കർത്താവെ. ഞങ്ങൾ കാണുന്ന മണ്ഡലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കാണാത്ത മണ്ഡലങ്ങളിൽ ചലനം ഉണ്ടാകും കർത്താവെ ഹല്ലേലൂയ. കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് മനസ്സരിമറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പ്രാർത്ഥന ഞങ്ങളുടെ ആടെയും പുറത്തും കുത്തുന്ന ബലികളും ഓർക്കല്ലേ ദൈവമേ, ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാനവ മുഖത്തോടും യേശുവിന്റെ നാമത്തിന്റെ പിതാവേ ആമേൻ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട ഈ 3 സംസ്ഥാനങ്ങളുടെ മേലും കർത്താവിന്റെ ഉണർവൈക്കുന്നതിനായി നമുക്ക് സ്വതന്ത്രം ചെയ്യാം. ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, യേശുവിൻ സ്നേഹമോ മാറിയൊരു നാളിലും, യേശുവിൻ സ്നേഹമോ മാറിയൊരു നാളിലും, മാറും മാറും മനുഷ്യരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നു പോയിടും, മാറും മാറും മനുഷ്യരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നു പോയിടും. ഉത്തർപ്രദേശിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായി സ്തോത്രം ചെയ്യാം. രാജസ്ഥാന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായി സ്തോത്രം ചെയ്യാം. ഹരിയാനയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതായി സ്തോത്രം ചെയ്യാം. വേഗത്തിൽ നമുക്ക് 7, 8, 9, 10 ആമേൻ ആമേൻ പൈസലോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 7 ഗുജറാത്ത്, 10 മധ്യപ്രദേശ്, 9 ബീഹാർ, 10 സിക്കിം. ഈ 3, 4 ആമേൻ സംസ്ഥാനങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആമേൻ. നമ്മൾ ഇതുപോലെ എല്ലാ മാസങ്ങളിലും
ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ഓരോ സംസ്ഥാനങ്ങളിൽ നമ്മൾ നടത്തുന്നത് കൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ വളരെ മാറ്റങ്ങൾ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആമേ, പ്രതികൂലം വെളിപ്പെടുമ്പോൾ മനസ്സിലായിക്കൊള്ളാം ദൈവ പ്രവൃത്തി അവിടെ ഉണ്ട്. ദൈവദാസന്മാർ ജയിലിൽ കയറിയില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളാം അവിടെ പ്രവൃത്തിയൊന്നുമില്ല. കാരണം ദൈവം പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ് വാസസ്മാരെ ജയിലിലിരുന്നത്. നമുക്ക് ഉപദ്രവമില്ലാത്തതിന്റെ ഉപദ്രവമില്ലെങ്കിൽ മനസ്സിലായിക്കൊള്ളാം നമുക്കെന്തില്ല, വേലയില്ലെന്നാ. അവര് വേല ചെയ്യുന്നതുകൊണ്ടാണ് അടിയിടിയും കിട്ടുന്നത്. മനസ്സിലല്ലേ? നമുക്ക് ഇതൊന്നും ഇല്ലാതിരിക്കുന്നതെന്താ? നമ്മൾ വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലോ? വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്, AC കാറിലിരുന്നാൽ സേഫ്റ്റിയാണ്, റൂമിലിരുന്നാൽ സേഫ്റ്റിയാണ്. ഇറങ്ങി പ്രവർത്തിക്കുന്ന ആർക്കും എന്തുണ്ട്? പ്രതികൂലമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ പബ്ലിക്കിൽ പരസ്യയോഗം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാത്മരെ പോലീസുകാർക്കാണ്. ആദ്യത്തെ അരമണിക്കൂർ സമയം കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്തു? ചെയ്യേണ്ടത് പറഞ്ഞു. കാരണം അവർ പ്രവർത്തിക്കാതെ വീട്ടിലിരുന്നെങ്കിൽ തടസ്സം ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ഈ വാർത്തകളൊക്കെ നമുക്കൊരു പ്രചോദനമായി നമ്മൾ ഏറ്റെടുക്കും. അങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളുടെ എല്ലാ ദൈവപ്രവൃത്തി വെളിപ്പെടണം. അടുത്ത് നമുക്ക് 7 ഗുജറാത്ത്, 8 മധ്യപ്രദേശ്, 9 ബീഹാർ, 10 സിക്കിം. ഈ ആമേ പ്രൈസലോ 4 സംസ്ഥാനത്തിനായി നമ്മുടെ ആനന്ദ അർപ്പിച്ച് മുന്നോട്ട് കടന്നു വരും. ആമേ സ്വത്രം നിന്ന് പറയാനുള്ള ആരോഗ്യമുണ്ടോ? പ്രൈസലോ 4 സംസ്ഥാനം ഗുജറാത്ത്, മധ്യപ്രദേശ്, ആമേ പ്രൈസലോ ബീഹാർ, സിക്കിം. ഗുജറാത്ത്, മധ്യപ്രദേശ്, ബീഹാർ, സിക്കിം. गुजरात, मध्य प्रदेश, सिक्किम, बिहार. ഇത്രയും ഈ പറഞ്ഞ സ്റ്റേറ്റുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം അല്ലെങ്കിൽ വലിയ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനാണ്. നാം ശരിക്കും ദൈവത്തിനെ ഉണർന്ന് നാം ദൈവത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ സ്വർഗം അവിടെ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ദേശങ്ങളിലും ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഈ പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിന് ഈ 4 സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏഴകളാണ് കർത്താവേ, ഞങ്ങളുടെ ദൈവത്തിന് കുറവും കുറ്റമുള്ളവരാണ് കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വലിയ നന്ദി പറയുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു. വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. മാനവും മഹത്വം നിർത്താതെ സകലവിധ സർവ്വവിധ മഹത്വവും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ പ്രിയപിതാവേ. ആമേൻ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം ചെയ്യൂ. നമുക്കൊന്നും കൂടി അത് ഓർക്കാം. മധ്യപ്രദേശിനായി, ബീഹാറിനായി, സിക്കിമിനായി, ഗുജറാത്തിനായി, മധ്യപ്രദേശ്, ബീഹാർ, സിക്കിമിനായി 4 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അത്യന്ത സഹോദരി ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. പിതാവേ, 4 സംസ്ഥാനങ്ങളെയും കർത്താവെ അപ്പന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ 4 സ്റ്റേറ്റുകളും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന ഭരണകൂടത്തിനായി പ്രാർത്ഥിക്കുന്നു, അവിടെ ആയിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു.
പ്രത്യേകിച്ച് അവിടെ ആയിരിക്കും ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടുത്തെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന നാഥ കർത്താവെ, പ്രതികൂലങ്ങളിലൊക്കെയും കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് നാഥ കർത്താവെ, അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഓരോ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമാറാകണമേ. സുവിശേഷ വിരോധികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്കൊരു മാനസാന്തരം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ആരാധനകളായി നടക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന യുവജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന നാഥ, ഒക്കെയും നശിച്ചു പോകുമ്പോൾ കർത്താവെ അവരുടെയൊക്കെയും കരുണ കാണിക്കുമാറാവണമേ, അവരുടെയൊക്കെയും മനസ്സിന് കർത്താവ് കാണിക്കുമാറാകണമേ. കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ നാട് സ്റ്റേറ്റിലെ എല്ലാ ജില്ലകൾക്കായും എല്ലാ പഞ്ചായത്തുകൾക്കായും മുനിസിപ്പാലിറ്റികൾക്കായും പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ജനത്തിനെ അപാലമുള്ള ജനത്തിനെ അപ്പന്റെ കരങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന നാഥ, അവിടുന്ന് ഓരോ കരുണ കാണിക്കണമേ കർത്താവ്, മനസ്സറിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പന്റെ ഈ 4 സ്റ്റേറ്റുകളെ അപ്പൻ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ കരങ്ങളൊക്കെ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് സ്തോത്രം ചെയ്യാം. വീണ്ടും നമുക്ക് ദൈവത്തിന്റെ ആമേ നാമത്തിൽ നമുക്ക് ആമേ കൂടി വരുവാൻ സ്വർഗ്ഗം നമ്മെ ഇടയാക്കിയല്ലോ. ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേ 11, 12, 13, 14 ആമേ പ്രദേശ സ്റ്റേറ്റുകൾക്കായിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. 11 അരുണാചൽ പ്രദേശ്, 12 ആസാം, 13 നാഗാലാൻഡ്, 14 മണിപ്പൂർ. ആമേ ഈ 11 മുതൽ പഞ്ചാബ് മുതൽ ഈ 14 മണിപ്പൂർ വരെ പോയി പ്രാർത്ഥിക്കുവാൻ, ആ സംസ്ഥാനങ്ങളിൽ കാലുവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഒന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. ആമേ ഒന്നുകൂടി പറയുന്നു. 11 അരുണാചൽ പ്രദേശ്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും നമ്പരും ആമേ അതിന്റെ പേരുകളുമുണ്ട്. ആമേ സ്വതന്ത്രം വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ വേഗത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. 12 ആസാം, 13 നാഗാലാൻഡ്, 14 മണിപ്പൂര്. ഈ 4 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഓമന അമ്മ മുന്നോട്ട് കടന്നു വന്ന നമുക്കായി പ്രാർത്ഥിക്കും. ഈശോ വേഗത്തിൽ 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 ഓടി വന്നോളൂ. ചന്തയിൽ പോകുന്ന സ്പീഡിൽ വന്നോളൂ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം സമയമായല്ലോ വരാൻ, സമയമായല്ലോ വരാൻ, സമരകാഹളം വാനി മുഴങ്ങിടാറാ. സഭയെ നീ ഉണരുക, ഉണർന്നെഴുന്നേൽക്കാം നിന്റെ. സഭയെ നീ ഉണരുക, ഉണർന്നെഴുന്നേൽക്കാം നിന്റെ. അരുമനാഥന്റെ വരവടുത്തുപോയി, അരുമനാഥന്റെ വരവടുത്തുപോയി. കർത്താവിന്റെ വരവടുത്തു പോയത് കൊണ്ട് നമ്മൾ ഉണർന്ന് തന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസല്ലോ. യെശയ്യാപ്രവചന പുസ്തകം പറയുന്നു, എണീറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രൈസല്ലോ. എണീറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റും കത്തിച്ചുകൊണ്ട് നടക്കണമെന്നല്ല. ഇതുപോലെയുള്ള പ്രാർത്ഥനകളിൽ ഉണർവുള്ളവരായി സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള പ്രകാശമാണ് കർത്താവ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം.
ഈ പറയപ്പെടുന്ന 4 സംസ്ഥാനങ്ങൾ, മണിപ്പൂർ വരെയുള്ള സംസ്ഥാനങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി അതിശക്തമായി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. അരുണാചൽ പ്രദേശിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ആസാമിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. നാഗാലാൻഡിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. മണിപ്പൂരിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. വീണ്ടും നമുക്ക് ആമേൻ പ്രാർത്ഥിക്കാം. 15, 16, 17, 18 സംസ്ഥാനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ 15 മിസോറാം, ആമേൻ 16 ത്രിപുര, 17 മേഘാലയ, 18 ജാർഖണ്ഡ്. ഈ ആമേൻ 4 സംസ്ഥാനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ കർത്തൃബുദ്ധിയ പ്രകാശ് ഭാസ്കർ മുന്നോട്ട് കടന്നു വന്ന് ആമേൻ സ്തോത്രം ഈ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ലീഡ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പറയട്ടെ. പിന്നെ നമുക്ക് ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കാം. മിസോറാമിനെ പ്രാർത്ഥിക്കാം. ഇവിടെ പറയപ്പെട്ട ത്രിപുരയ്ക്കായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. മേഘാലയക്കായി പ്രാർത്ഥിക്കാം. ജാർഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളെയും ഒരു നിമിഷം ദിവസത്തിലേക്ക് അടച്ചു ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ നമ്മളോട് ആവശ്യപ്പെട്ട ദൈവം, വിശ്വാസത്തോടുകൂടുന്ന പ്രാർത്ഥന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച ദൈവം, ഈ പകൽക്കാലം നാം വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കടന്നു പോകുവാൻ കഴിയാത്ത ഇടങ്ങൾ, നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിൽ സർവശക്തനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെ, വലിയ ശക്തിയെ, വലിയ ദൈവപ്രവൃത്തി ദൈവമായ കർത്താവോട് വെളിപ്പെടുത്തി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ എല്ലാവർക്കും വായികളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദാസന്മാരായ അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് ഈ പകൽക്കാലം കർത്താവേ ഈ റൂമിൽ നിന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വേഗം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഈ പകൽക്കാലമായ സംസ്ഥാനങ്ങൾ വെളിപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ജയിലറകളിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവനെ പുറത്തു കൊണ്ടുവരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ നിമിത്തം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദൈവദാസന്മാരെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ മറ്റേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ചില സുവിശേഷ വിരോധികൾ കർത്താവേ, യേശുവിനെ സ്വീകരിക്കുന്ന, യേശുവിനെ അറിയുന്ന, യേശുവിന്റെ ജീവിതം സമർപ്പിക്കപ്പെടുന്ന ചില നാളുകളായി ദിവസങ്ങളെ സ്വർഗ്ഗം തീർക്കപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും ദൈവം വെടിവെക്കണമേ. ഈ പകൽക്കാല കർത്താവിന്റെ കരമാസ്ഥാനത്ത് കർത്താവെ തന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തിട്ട് ദൈവം ഈ പകൽക്കാല ഒരു അത്ഭുതത്തെ ഈ പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് വാഗ്ദത്തങ്ങൾ വിശ്വസ്തന് വാക്കുമാറാത്ത ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല പകൽക്കാലത്തിന് ആയുഷ്കം കർത്താവെ നടന്നു വരുന്ന എല്ലാ മാസത്തിന്റെയും 2ാമത്തെ തിങ്കളാഴ്ച ഈ പകലും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം നൽകപ്പെട്ട നല്ല സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, ഓരോ ദിവസവും ഞങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ആ ദേശങ്ങളിൽ അയക്കുന്ന വലിയ ദൈവകൃപകൾ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്ന കർത്താവെ, അവരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ ഒരു കൂട്ടം ദൈവത്തെ അറിയാത്തവരായി, ദൈവത്തെ സ്നേഹിക്കാൻ മനസ്സില്ലാത്തവരായി, ദൈവശബ്ദം കേൾക്കാൻ താല്പര്യമില്ലാത്തവരായി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപമങ്കുരമായ കർത്താവെ ജീവിതം നയിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് പകൽ അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആര് പുത്രന്റെ അരികിലേക്ക് സ്വതവേ വരാത്തതുപോലെ ഇന്ന് പകൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം ഞങ്ങളുടെ സഹോദരങ്ങളോട് മനസ്സറിവ് തോന്നി ദൈവരെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനം തെറ്റാണെന്ന് അവർ തിരിച്ചറിയട്ടെ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിയട്ടെ. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് അവർ തിരിച്ചറിഞ്ഞ് ഈ ലോക ജീവിതം ക്ഷണികമാണെന്ന്, ക്ഷണികമല്ലാത്ത ഒരു രാജ്യം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുവാൻ ഈ പകൽക്കാലത്തെ പ്രാർത്ഥന മുഖാന്തരമാക്കണമെന്ന് ഞങ്ങൾ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനേക ദൈവദാസന്മാർ സുവിശേഷം നിമിത്തം ജയിലറകളിലായിരിക്കും, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, കർത്താവെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ
സർവശക്തനായ ദൈവം പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പിന്നെ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ പ്രശ്ന സങ്കീർണങ്ങളായിരിക്കുന്ന ദൈവദാസന്മാരെ പുതിയ അഭിഷേകത്താൽ പുതിയ കർത്താവെ ദൈവശക്തിയാൽ ദൈവവരെ നിറച്ച് പിന്നെ നശിച്ചു പോകുന്ന അനേക ദൈവത്തിൽ നേടുവാൻ ഇന്ന് പലരുടെ സഹായിക്കുന്നതിനായി സ്വാതന്ത്ര്യമായ ദൈവത്തെ ആരാധിപ്പാൻ നിർവാഹമില്ലാതെ ഭാരപ്പെടുന്ന തന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്ര വേഗം അവർക്ക് സ്വതന്ത്രമായ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവെ നല്ല ഉറപ്പുള്ള ആലയങ്ങൾ ദൈവമായ കർത്താവർക്ക് നൽകി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദിവസം ദൈവനാമം മഹത്വപ്പെടുന്നു. താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. യേശു മൂലം പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ, ആമേൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം നമുക്ക് ഈ പറയപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. 18 വരെയുള്ള ജാർഖണ്ഡ് വരെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമിടയാക്കി. നമ്മൾ കൂടി വരുന്നതിന്റെ പ്രത്യേകത ആമേശ്വത്രം കൂടി വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളതിന്റെ പ്രത്യേകത. എന്തുകൊണ്ട് നമുക്ക് വീടുകളിൽ പ്രാർത്ഥിച്ചാൽ പോരെ? ആമേശ്വത്രം ഇങ്ങനെ കൂടി വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? യോവേലിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ ശുദ്ധീകരിക്കുകയും മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുകയും മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, ഓവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ നിന്റെ അവകാശത്തിന്റെ മേൽ വാഴുവാൻ തക്കവണ്ണം അവരെ ഏൽപ്പിക്കരുതേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്നാണ്. കണ്ടോ? നമുക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഇവിടെ കിട്ടുന്നത് പോലെയുള്ള ഒരു ഏകാന്തതയും ഒരു മനസ്സും വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. വീട്ടിലിരിക്കുമ്പോൾ അത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേക്കും വൈഫ് പറയുന്നത് ചട്ടിയിൽ മീൻ ഇരിപ്പുണ്ട്, കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. പകുതി പ്രാർത്ഥന അവിടെ വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പോകും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഏകത, हिंदी में बोले तो एकता नहीं मिलेगी, इसलिए पूरा एकता के साथ प्रार्थना करने के लिए हम नीति किए हुए जहां पर आना, चर्च में या किसी और जहां पर സഭ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടായ്മ, അതിനാണ് ഈ കൂട്ടായ്മ കൊണ്ട് പ്രാധാന്യത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മനസ്സോടുകൂടെയുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള കൂട്ടായ്മ, അത് ഇവിടെ ആയിക്കൊള്ളട്ടെ, കൂട്ടായ്മ മറ്റേതെങ്കിലും സ്ഥലത്തിനായിക്കൊള്ളട്ടെ, കൂട്ടായ്മ കൊണ്ടുള്ള പ്രത്യേകത അതാണ്. നമുക്ക് ഒരു മനസ്സോടുകൂടെ വിളിച്ചുകൂട്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെന്നാണ്. അതിനാണ് നമ്മൾ 44-ാമത്തെ മാസത്തെ പ്രാർത്ഥനയായി ഇന്ന് പകലും കൂടി വന്നത്. സത്യം വളരെ സന്തോഷം. ഇന്നലകളിൽ ദേവദാസന്മാർ നിങ്ങളുടെ അടുക്കൽ ഫോണുകൾ ചെയ്ത് വിളിച്ചു, ഞാനും വ്യക്തിപരമായി വിളിച്ചു. ഞങ്ങൾ വിളിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തിരക്കിലാണ് നമ്മുടെ ഓട്ടം, പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്വത്രം താല്പര്യമുള്ളവർ കടന്നു വരികയും നിർബന്ധമില്ല, താല്പര്യമുള്ളവർ കടന്നു വരും. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയുണ്ടായിത്തീരും. 18 വരെ പ്രാർത്ഥിച്ചു. 19, 20, 21 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 19 പശ്ചിമ ബംഗാൾ, 20 ഒറീസ, 21 ഛത്തീസ്ഗഡ്. ഈ 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മധുപാസുടെ ദേവദാസി മുന്നോട്ട് കടന്നു വന്ന് നമുക്കായി ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കും. പ്രൈസലോ. കാരണം വചനം പറയുന്നു, നമ്മുടെ സഹോദരിമാർ, ദേവദാസന്മാർ, അമ്മമാർ ഇവരെല്ലാം കൂട്ടുവേലയ്ക്ക് ഓഹരിക്കാരാണെന്നാണ് പറയുന്നത്. അവരുടെ ഓഹരി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ മാത്രം പുൽപ്പിറ്റിൽ കീറി ഹീറോയിസം കാണിച്ചാൽ പോരാ, ദൈവ ദാസിമാരെ കൂടി എന്ത് ചെയ്യണം? ആ ഓഹരിക്ക് വേണ്ടി ഏൽപ്പിക്കണം. സ്തോത്രം. സ്തോത്രം 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 ചെയ്ത വാഴ്ത്തപ്പെട്ട സ്വർഗീയതാവേ, നല്ല ദൈവമേ, സ്തോത്രം സ്തോത്രം ചെയ്ത വാഴ്ത്തപ്പെട്ട സ്വർഗീയതാവേ,
ദേശത്തെ അനുഗ്രഹിച്ചതായി സ്തോത്രം, അനുഗ്രഹിച്ചതായി സ്തോത്രം ചെയ്ത് കർത്താവേ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ മാത്രം യേശുവേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ശക്തമായ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരതയോടുകൂടി ആയിരിക്കാം. ആമേൻ. നമുക്ക് 3 പട്ടണത്തിൽ കൂടി സംസ്ഥാനത്തിൽ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ 21 ഛത്തീസ്ഗഡ് വരെ നമ്മൾ പ്രാർത്ഥിച്ചു. ആമേൻ. 3 സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുന്നത് പോലെയാണ് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ആമേൻ, ഒറീസ. പ്രൈസ് ദി ലോർഡ്. ഈ 3 ആമേൻ പ്രൈസ് ദി ലോർഡ്. ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് അല്ല, ഛത്തീസ്ഗഡ് ഇതടക്കുന്നു. ആമേൻ. പ്രൈസ് ഇങ്ങനെ അടക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 3 സഹോദരന്മാരെ പോലെ കിടക്കുന്ന പട്ടണത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. പ്രിയ ദേവദാസി പോയത് ഈ 3 പട്ടണത്തിലെ ആത്മാവിൽ കൊണ്ടുപോയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അവയെ പ്രാർത്ഥിക്കാനുള്ളത് 22, 23, 24. 24 നമ്മൾ വിടുകയാണ്. ഗോവ, കർണാടക, തമിഴ്നാട് 3 കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. അത് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് നമുക്കിപ്പോൾ പ്രാർത്ഥിപ്പാനുള്ളത് 22, ആമേൻ, 23, ആമേൻ, 26 ആന്ധ്രയും ഇവിടെ നമ്മൾ പോയതാണ്. അപ്പോൾ 22, 23, 26 ആമേൻ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 22, 23, 26 മഹാരാഷ്ട്ര, തെലുങ്കാന, കർണാടക ഈ 3 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജി മുന്നോട്ട് കടന്നു വന്ന് നമുക്കായി ലീഡ് ചെയ്യും. 22, 23, 26 എന്നീ സ്റ്റേറ്റുകൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്കൊരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. സുവിശേഷത്തെ ആര് തടുത്താലും, ലോകം എത്ര തടുക്കുമെന്ന് നോക്കിയാലും അത് നിന്നു പോകത്തില്ല. അതിന് ശക്തി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ നാഗാലാൻഡ് റിവൈവ് നടക്കുവാനിടയായി തീർന്നു. ഡിസംബർ മാസം 2, 3, 4 തീയതികളിലാണ് ഈ മീറ്റിംഗ് നടക്കേണ്ടത്. ഈ മീറ്റിങ്ങിനായി ക്ഷണിക്കപ്പെട്ടിരുന്നത് അനുഗ്രഹീതനായിരിക്കുന്ന ദിവസം വില്ലി ഗ്രഹാമിൻ്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിനെയാണ് ഈ മീറ്റിങ്ങിനായിട്ട് സ്പോൺസർ ചെയ്തു ക്ഷണിച്ചത്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ കൊടുക്കുവാനിടയായി തീർന്നില്ല. അതുകൊണ്ട് സംഘാടകർ ഒത്തിരി ഭാരപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. എന്നാൽ ഈ 2, 3, 4 തീയതികളിൽ നടത്താനിരുന്ന മീറ്റിംഗ് സ്തോത്രം ചെയ്യുന്നു. 2, 3, 4 തീയതി 3 ദിവസം നടത്താൻ മീറ്റിംഗ് 4-ാം തീയതി കൂടെ നീട്ടേണ്ടി വന്നു. കാരണം 1,00,000 ആൾക്കാരാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഇന്ത്യയിലുള്ള 2 ദേവദാസന്മാരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. ഹല്ലേലൂയ. ലക്ഷങ്ങൾ കൂടി വന്നു. അപ്പൊ അവിടുത്തെ സർക്കാർ, അവിടുത്തെ നാഗാലാൻഡ് സർക്കാർ സ്തോത്രം ചെയ്തു സംഘാടകരോട് ക്ഷമ ചോദിച്ചിരിക്കുക. ഇന്ത്യ ഗവൺമെന്റ് വിസ തടഞ്ഞുവെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ യൗവനക്കാർ സ്തോത്രം ചെയ്തു സംഘാടകരോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു. കാരണം എന്തെന്നറിയാമോ? അവിടെ നടക്കേണ്ട ദൈവപ്രവൃത്തി സ്തോത്രം കണ്ട് സ്തോത്രം ചെയ്തു ജനം ഇളകുവാനിടയായി തീർന്നു. അനേകർ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം നമ്മൾ ഇവിടെ ഇരുന്ന് ഈ തോട്ടിന്റെ കരയിൽ അല്ലെങ്കിൽ കണ്ടത്തിന്റെ സെറ്റത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പരാജയമല്ല. വരുന്ന നാളുകളിൽ അതിന്റെ റിസൾട്ടുകൾ നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾ കാണുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ആന്ധ്രാപ്രദേശിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചാട്ട്, സ്തോത്രം ചെയ്തു മഹാരാഷ്ട്രയ്ക്കായി പ്രാർത്ഥിച്ചാട്ട്, ജലിക്കാനയ്ക്കായി പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിന്റെ മഹത്വമേറിയ കരുണ അവിടെ വെളിപ്പെടുവാൻ, ദൈവമഹത്വം വെളിപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വ്യാപരിപ്പാൻ നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏതൊക്കെ മേഖലകൾക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടണമോ ആ മേഖലകളിലൊക്കെ ദൈവത്തിന്റെ കൃപയാവരിപ്പാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 3 സ്റ്റേറ്റുകളുടെ മേലും ദൈവപ്രവൃത്തികളെ
ദൈവം അയക്കാൻ പോകുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ, ഈ 2026 ഒക്കെ നമ്മളത് കാണാൻ പോകുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ആത്മനിറവ് ദൈവത്തെ ആരാധിച്ചാട്ട് അന്ധകാരങ്ങൾ കീഴടങ്ങുന്ന പകലായി മാറട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന ഇരുളുകൾ മാറട്ടെ. പാപികൾ മാനസാന്തരപ്പെടട്ടെ. അതിന്റെ സ്തോത്രം ചെയ്യുന്ന ഗ്രാമ തലവന്മാർ മാനസാന്തരപ്പെടുവാനിടയായി തീരട്ടെ. അനേകം നാം ഒരുമിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം വെളിപ്പെടും. അഭിസംബോധന ചെയ്തു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ കഴിവുള്ളവരൊക്കെ ഒരു നിമിഷം ഒന്ന് കരങ്ങളെ എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഷാനിസ് മുൻപോട്ട് കടന്നതല്ല. അഭിസ്തോത്രം ചെയ്തു. ഈ 3 സ്റ്റേറ്റുകൾക്കായിട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ഈ 3 സ്റ്റേറ്റുകൾക്കായിട്ട് പ്രാർത്ഥിച്ചാണ്. ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഭൂമിയെങ്കും തേടി പാർത്തേ യേശുവെ പോലെ യാരുമില്ലേ. ഉലകമെങ്കും കേട്ടു പാർത്തേ യേശുവെ പോലെ ദൈവമില്ലേ. യേശുവെ പോലെ ദൈവമില്ലേ. കോട കോടി മനുഷ്യൻ പിറന്ന് മരിത്തു പോന ഭൂമിയിലെ. കോട കോടി മനുഷ്യൻ പിറന്ന് മരിത്തു പോനാൽ ഭൂമിയിലെ. മരിത്തു 3-ാം നാളിലുയർത്താ യേശുവെ പോലെ യാരുമില്ലേ. യേശുവെ പോലെ യാരുമില്ലേ. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കേണ്ട ആമേൻ. ഒരു 3 പട്ടണത്തിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 2 മഹാരാഷ്ട്ര, 23 തെലുങ്കാന, 26 ആന്ധ്ര പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ അടുത്ത മാസം അടുത്ത വർഷം 2026 കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം ഈ 4 പട്ടണത്തിൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ 28 സംസ്ഥാനം കഴിയും. പ്രൈസല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ശക്തമായി എല്ലാവർക്കും ആമേ സ്തോത്രം. ആമേ നമുക്ക് ഒരുമിച്ച് ആമേ ആ വിഷയത്തിന് ഞാൻ തന്നെ അങ്ങ് ലീഡ് ചെയ്യും. ആമേ സ്തോത്രം. നമുക്ക് ഗോവയ്ക്കായി പ്രാർത്ഥിക്കാം. ഗോവയിലായിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കുവാൻ അവസരം ഒരുക്കി തരുന്ന ആ പനാജി എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ദേവദാസനായി പ്രാർത്ഥിക്കാം. ആമേ സ്തോത്രം. 1, 2, 3, 4 തീയതി. 1-ാം തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. 2, 3, 4 തീയതികളിലാണ് ഏപ്രിൽ 4 തീയതികളിലാണ് അവിടെ നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ കർണാടകയിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ അവിടെ ആയിരിക്കുന്ന AG ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ കോശി, ആമേൻ, അദ്ദേഹത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. 3 ദിവസങ്ങൾ ആമേൻ സ്തോത്രം 7, 8, 9 തീയതികളിൽ കർണാടകയുടെ ക്യാപിറ്റൽ നഗരമാകുന്ന ആമേൻ ബാംഗ്ലൂർ പട്ടണത്തിൽ AG ചർച്ച് ഫാസ്റ്റർ കോശി ആമേൻ ദൈവദാസൻ ശുശ്രൂഷിക്കുന്ന ആ സഭയിൽ നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് ആമേൻ സ്തോത്രം തിരുച്ചിനാപ്പള്ളിയിൽ നമ്മുടെ ഗിൽഗാലിന്റെ ചർച്ച് ആമേ സ്തോത്രം നമ്മുടെ ചർച്ചാകുന്ന ചർച്ചിൽ നമ്മൾ 3 ദിവസം അവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കും. പോകുന്ന പാസ്റ്റർ സിജു ആമേ സ്തോത്രം അടിയനെയും ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 3 പട്ടണത്തിന്റെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാ ടീം അംഗങ്ങളും ഇവിടെ അയക്കുന്ന ദൈവാസന്മാരും കർത്താവിന്റെ വരവ് താമസമെങ്കിൽ കേരളത്തിന്റെ 14 ജില്ലകളിലും ഓരോ ജില്ലകൾക്ക് വേണ്ടി 3 ദിവസമായി നീക്കിയ സമയങ്ങൾ ദൈവത്തിന്റെ കർത്താവിന്റെ വരവ് താമസം 2026 കേരളവും കൂടി നമ്മൾ സന്ദർശിച്ച് അവസാനിക്കും. 4 പട്ടണത്തിന്റെ മേലും ദൈവം ശക്തമായി ഉപയോഗിക്കേണ്ടതിന് നമുക്ക്
ജനത്തെ തടഞ്ഞു വെക്കുന്ന, ദൈവദാസന്മാരെ തടുക്കുന്ന, ജനം സ്വാതന്ത്ര്യമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ വന്ന 3 പട്ടണങ്ങളുടെ മേൽ അവകാശം പറഞ്ഞു വെല്ലുവിളിക്കുന്ന പൈശാചിക മാനുഷിക ശക്തികൾ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ സകല ശക്തികളും അഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര ശുഭകരമായി മടങ്ങി വരുവാൻ സ്വർഗം അവിടെ ഇടയാക്കണമേ അപ്പ, ഇടയാക്കണമേ യേശുവേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഈ 3 പട്ടണത്തിലുള്ള യാത്ര കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കേരളത്തിന്റെ 14 ജില്ലകളുടെ മേലും ഞങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ, ജില്ലകളുടെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ വചനം പറയുന്നു. ന്യായവിധി ദൈവഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കും. ആകയാൽ അവൻ ഞങ്ങളുടെ കേരളം ആത്മാവിൽ ഉണരുവാൻ അതിനായി ഞങ്ങളെ സഹായിക്കണമേ. ഈ 4 പട്ടണങ്ങളെ ഓർത്തുകൊണ്ട് പ്രകാശ് പാസ് ശക്തമായി പ്രാർത്ഥിക്കും. ഞങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥനായ ദൈവമേ, ഈ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പകൽക്കാലത്ത് ഓർത്ത് ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ 2025 വരെയും ദൈവത്തിന്റെ കൃപകൾ കർത്താവിന്റെ 6 ഏപ്രിൽ മാസം 1-ാം തീയതി കർത്താവെ തന്റെ മക്കൾ കർത്താവിന്റെ വേലിയോടുള്ള ബന്ധത്തിൽ ദൈവർക്ക് നൽകപ്പെട്ട ദർശനത്തോടെ കർത്താവെ അവർ യാത്ര തിരിക്കുകയാണ്. അവർ യാത്ര തിരിക്കുന്ന ദൈവദാസന്മാർ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദർശനത്തോട്, പ്രത്യേക കർത്താവെ ആത്മീയ കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തിന്റെ ദാസന്മാർ ആ ദേശത്തെ വായിക്കണം. കർത്താവെ, ഗോവയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദേശത്തിനൊരു ചലനം ഉണ്ടാക്കാൻ കർത്താവെ ദൈവത്തിന്റെ ദാസന്മാരെ ശക്തമായി കരകളെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ആ ദേശത്ത് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ചില ദൈവപ്രവർത്തനം വെളിപ്പെടുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിലും ശാപത്തിലായിരിക്കുന്ന കർത്താവെ തന്റെ മക്കളെ ദൈവം വെടിവിപ്പാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തമിഴ്നാട്ടിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക ദൈവദാസന്മാർ ശക്തമായി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ദാസന്മാർ കടന്നു പോകുമ്പോൾ അവരെക്കാൾ ഞങ്ങൾ വലിയവരല്ല, പക്ഷേ ഞങ്ങൾ ഇരിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ പട്ടണങ്ങൾ വെളിപ്പെടുവാൻ കർത്താവേ, അവസാനമായി കേരളത്തിന്റെ ഓരോ സംസ്ഥാന കർത്താവേ ജില്ലകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരെ പ്രത്യേക അധികാരത്തോടുകൂടി ദൈവം അയക്കുമ്പോൾ ഒരു കർത്താവെ ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അവിടെ ഭരിക്കുന്ന, അവിടെ മേൽ ആധിപത്യം നടത്തുന്ന അന്ധകാര ബന്ധനങ്ങൾ അഴിയപ്പെടാൻ സഹായിക്കണമേ. അനേകർക്ക് കഴിയാത്തത് ദൈവമേ ഈ ചെറിയ പ്രവർത്തനമായിരിക്കുന്ന ഞങ്ങളിലൂടെ സ്വർഗം ചെയ്യേണ്ടതിന് ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവനോട് പറഞ്ഞു ഈ ബലത്തോടുകൂടെ പോകാം. ഈ ദിവസങ്ങളിലൂടെ യാത്ര ദൈവത്തിന്റെ നിയോഗപ്രകാരം ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത പ്രാർത്ഥനമായ ദിവസം താഴ്ത്തന്റെ മഹത്വമല്ല കർത്താവിനെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടത്തേടെ തിരുഹിതം പോ. ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടത്തേടെ തിരുഹിതം പോ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പഞ്ചാബ് മുതൽ കേരളം വരെ നമ്മൾ യാത്ര ചെയ്തു. ആമേ, ദൈവ പ്രവൃത്തി സംസ്ഥാനങ്ങളെല്ലാം വെളിപ്പെടാൻ മുതലായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2025 ആമേ 12-ാം മാസം 8-ാം തീയതി തിങ്കളാഴ്ചയുടെ 12 മണിയോടുകൂടി അടുക്കുവാൻ ഇനി 5 മിനിറ്റ് കൂടിയുണ്ട്. ആമേ, പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും ശക്തമായി നമുക്ക് ഭാരതത്തിന് വേണ്ടി ആമേ ഉണർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപസ്വർഗം നമുക്ക് തന്നുവല്ലോ. ആവശ്യമാകുന്ന പാട്ടും അധികമാകുന്ന പ്രാർത്ഥന കൊണ്ട് സ്വർഗത്തിൽ ദൈവം പകൽക്കാലം നമ്മെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ഏറെക്കുറെ ആമേ 7-8 മിനിറ്റ് നമ്മുടെ മുൻപാകെ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ആമേ വിഷയത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥന നമ്മുടെ ഹോളിനകത്ത് മാത്രം കേൾക്കാവൂ. യൂട്യൂബിൽ അത് ഓടിക്കോളും, കുഴപ്പമില്ല. ഹോളിനകത്ത് മാത്രം നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ 14 ജില്ലകളുടെ മേൽ നാളെ ഇലക്ഷൻ നടക്കാൻ പോകും. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകും. നമ്മൾ ഇന്ത്യയുടെ പൗരനും നമ്മൾ കേരളത്തിൽ ആമെ അംഗത്വമുള്ളവരാകുന്ന കേരളീയരും ഭാരതത്തിൻ്റെ അംഗങ്ങളുമായിരിക്കുന്നതുകൊണ്ട്
വോട്ട് നമ്മുടെ അവകാശമാണ്. മാത്രമല്ല ആ അവകാശത്തെക്കാട്ടി വലുതാണ് ഭരണഘടനകൾക്ക് വേണ്ടിയും ഭരണകർത്താക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ കേരളത്തിന്റെ 14 ജില്ലകളുടെ മേലും സ്വത്രം കാസർഗോഡ് മുതൽ പാറശാല മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി വരെ നീണ്ടു നിരന്നു കിടക്കുന്ന ഒരു പ്ലാവിലെ രണ്ടായിട്ട് മടക്കി കീറിയാൽ ഒരു പ്ലാവിലെ പകുതിയോളം ഇരിക്കുന്നത് പോലെയാണ് കേരളം ഇരിക്കുന്നത്. ഈ കേരളത്തിനകത്ത് ഇസ്രായേൽ പോലെ കേരളം കുഞ്ഞാണെങ്കിലും അതിന്റെ അകത്തുള്ള ശക്തി വലുതാണ്. ആ ശക്തികളെ ശക്തിപ്പെടുത്തുന്ന ശക്തരാകുന്നവരുടെ പ്രാർത്ഥന അയോഗ്യരായിട്ടുള്ളവരല്ല നേർമയോടുകൂടെ സാധാരണക്കാർക്കും വിധവമാർക്കും അന്യായം ചെയ്യുന്നവരായിട്ടല്ല അവരെ സഹായിക്കുന്ന അവരുടെ അജണ്ട പോലെ വോട്ട് തേടിയവർ വരുമ്പോൾ അവർ പറയുന്ന അജണ്ടകൾ അവരുടെ ഭരണഘടനകളുടെ മേൽ ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ തെളിയിക്കുന്നവരായി തീരപ്പെടേണ്ടതിന് അർഹതരായവർ എന്ത് ചെയ്യണം? ജയിക്കപ്പെടണം. പാർട്ടി ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് പാർട്ടി ഇല്ല. ഏത് പാർട്ടി, നമ്മൾ മനുഷ്യരെയാണ് നോക്കേണ്ടത്. പാർട്ടി ഏത് തന്നെ ആയിരുന്നാലും മനുഷ്യൻ നന്നായിരിക്കണം. ആ നന്നായിരിക്കുന്ന മനുഷ്യൻ ദൈവഭക്തിയോടുകൂടെ സാധാരണക്കാർക്ക് വേണ്ടി ന്യായം ചെയ്യുന്നവരായിരിക്കണം. അതുകൊണ്ട് നാളെ മുതൽ നടക്കുന്ന ഇലക്ഷൻ ആ ഇലക്ഷൻ്റെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ടുകൾ അനുഗ്രഹമായി തീരണം. യാതൊരു പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കള്ളവോട്ടുകളോ മറ്റു യാതൊരു അന്യായങ്ങളോ വരാതെ വണ്ണം ന്യായമായി ചെല്ലണം. എല്ലാവരും വോട്ടിടണം. അതൊരു പൗരന്റെ അവകാശമാണ്. ന്യായമായവർ എന്ത് ചെയ്യണം? നേർമയുള്ളവർ ജയിക്കണം. അവർ അവരവരുടെ പഞ്ചായത്തുകൾക്ക് വേണ്ടി ദൈവ സ്നേഹത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതിനുള്ള കൃപ പകരേണ്ടതിന് ഒരു നിമിഷം നമുക്ക് അന്യഭാഷയോടെ അന്യഭാഷയിൽ സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം കേരളത്തിന്റെ പഞ്ചായത്ത് തലമുറ അയോഗ്യന്മാരായിട്ടുള്ളവരല്ല, യോഗ്യതയുള്ളവരായ ഏത് പാർട്ടിയായാലും യോഗ്യതയുള്ളവർ കേരളത്തെ, യോഗ്യതയുള്ളവർ കേരളത്തെ, യോഗ്യതയുള്ളവർ ഭരിക്കട്ടെ. ഞങ്ങളുടെ പഞ്ചായത്ത്, നമ്മുടെ മുനിസിപ്പാലിറ്റികൾ യോഗ്യതയുള്ളവർ ഭരിച്ച് സാധാരണക്കാർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ചെയ്തെടുക്കേണ്ടതിന് ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങളുടെ ഭരണഘടനയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സൈമൺ പാസ്റ്റർ ശക്തമായി പ്രാർത്ഥിക്കും. നന്ദി കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഇന്ന് പകൽക്കാലം നിന്റെ ദാസൻ കർത്താവെ വെളിപ്പെട്ടുന്ന കർത്താവെ ഓരോ കാര്യാദികളും കർത്താവെ ദൈവേ ലാസ്റ്റിലെ പ്രാർത്ഥനയ്ക്കും കർത്താവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ കേരളക്കരയിൽ മൊത്തം കർത്താവെ സ്വന്തം ഈ കർത്താവെ 14 സ്റ്റേറ്റ് നടക്കുന്ന വിഷയത്തെ കർത്താവിന് ഏൽപ്പിക്കുന്നു. നാളെ പകൽക്കാലം കർത്താവെ നിന്റെ ആത്മങ്ങൾ കടന്നു പോകുമ്പോൾ പാവപ്പെട്ടവരെ കർത്താവ് സഹായിക്കുന്നവരും പാവപ്പെട്ട കാര്യാദികൾ അറിഞ്ഞു പ്രവർത്തിക്കുന്ന കരങ്ങൾക്ക് ശക്തി നൽകുവാൻ വ്യക്തികളെ ദൈവാത്മാവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വർഗ്ഗം ഇന്ന് പകൽക്കാലം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്ന വലിയ ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വന്തം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ വളരെ അനുഗ്രഹമായി തീരാൻ പോകുന്നതിനായി സ്വതന്ത്രം ചെയ്യാം. സ്വർഗം കേരളത്തിന്റെ പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ നടന്നു വരുന്ന എല്ലാ പ്രോഗ്രാമിന്റെ മേലെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്വതന്ത്രം ചെയ്യാം. യാതൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ വണ്ണം ദൈവം കരുതാൻ പോകുന്നതിനായി സ്വതന്ത്രം ചെയ്യാം. സ്വതന്ത്രം ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഷാർപ്പ് 12 മണിയായി. 11 മണി മുതൽ 12 മണി വരെ 1 മണിക്കൂർ ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കുകയായി തീർന്നു. ഹല്ലേലൂയ. സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തുള്ള വന്ദനം അറിയിക്കുകയാണ്. സാധാരണ പറയുന്നത് പോലെ പാമ്പിനെ അടിക്കുന്നത് വാലിലല്ല തലക്കെട്ട് അടിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ വാലുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
ഇനി തലകളുടെ മേൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കേന്ദ്ര ഭരണം തലസ്ഥാന നഗരികളായിരിക്കുന്ന കേന്ദ്രം ഡയറക്റ്റായി ഭരിക്കുന്ന ഭരണാശില കേന്ദ്രങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കാം. 1 ആൻഡമാൻ നിക്കോബാർ, 2 സ്തോത്രം പുതുച്ചേരി, 3 ലക്ഷദ്വീപ്, 4 ദ്വീപ്, 5 ചണ്ഡീഗഡ്, 6 ന്യൂഡൽഹി, 7 ലഡാക്ക്, 8 ജമ്മു ആൻഡ് കാശ്മീർ. ഈ 8 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പേ ടീമിലെ ദൈവദാസന്മാർ കർത്താവിദാസ പാശ്വസ്തീനുവിൻ്റെ നേതൃത്വ പ്രകാരം നമ്മുടെ ദൈവദാസന്മാർ കടന്നു വരും. പാട്ടുപാടിയതിനു ശേഷം കർത്താവിദാസൻ പാശ്വസ്തീനു ഈ 8 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. Praise the Lord. Hallelujah. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമുക്കറിയാവുന്ന പാട്ടാണ് എൻ്റെ ഭാരതം യേശുവെ അറിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. നമുക്ക് തുറന്നുള്ള സമയങ്ങളിലും നമുക്ക് പറയപ്പെട്ട 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദേശീയ ഗാനം എന്നതുപോലെ തന്നെ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ പ്രാർത്ഥനയിൽ നമ്മളെല്ലാ പ്രാവശ്യവും വിശ്വാസത്താൽ പാടുന്ന പാട്ടാണ് രക്ഷയുടെ മാർഗം അനേകം അറിയണം. നമ്മളിവിടെ വൈദ്യ പാസ്റ്ററിന് ദൈവം കൊടുത്ത ദർശനത്തിനനുസരിച്ച് വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. അപ്പം നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം രക്ഷിക്കണമെന്നാണ്. ഹല്ലേലൂയ. യേശുവിലൂടെയുള്ള രക്ഷയുടെ മാർഗം സുവിശേഷം അനേകം അറിയണം. അതിനുവേണ്ടി കർത്താവ് നമുക്ക് ഹല്ലേലൂയ തന്നിരിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഹല്ലേലൂയ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് മഹത്വപ്പെടുത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എല്ലാവർക്കും ഒരു എഴുന്നേറ്റ് നിൽക്കാം, ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. എന്റെ ഭാരതം യേശുവെ അറിഞ്ഞിടട്ടെ, എന്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ. എന്റെ ഭാരതം യേശുവെ അറിഞ്ഞിടട്ടെ, എന്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ. മാർഗം ഗ്രഹിച്ചിടട്ടെ, എവരും യേശുവെ അറിഞ്ഞിടട്ടെ. രക്ഷയൻ മാർഗം ഗ്രഹിച്ചിടട്ടെ. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, യേശുവിനായി തീരട്ടെ. അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ, ചതിജങ്ങൾ തകർന്നിടട്ടെ. അന്ധവിശ്വാസങ്ങൾ തകർന്നിടട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. ജാതീയ മതിൽ കെട്ടും തകർന്നിടട്ടെ, ഉച്ചനീചത്വങ്ങൾ തകർന്നിടട്ടെ. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി,
ആൻഡമാൻ നിക്കോബാറും ചണ്ഡീഗഡും യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. ദൈവം താരന്തം ഉള്ളവരെ സുവിശേഷത്തിൻ അഗ്നിനാളവുമാ ആയിരങ്ങൾ ഇറങ്ങട്ടിനിയോ കഴിവും താരന്തം ഉള്ളവരെ നൽകുക ആയുസേശുവിനാ സുവിശേഷത്തിൻ അഗ്നിനാളവുമായി ആയിരങ്ങൾ ഇറങ്ങട്ടിനിയോ ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ, ഭാരതം രക്ഷകനെ കണ്ടിടട്ടെ, നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദാനദ്വീപ്, ഹവേലി, ആൻഡമാൻ നിക്കോബാറും ചണ്ഡീഗഡും യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ, യേശുവേ അറിഞ്ഞിടട്ടെ, യേശുവിനായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന രണ്ടുപേർ തമ്മിൽ, അടുത്തടുത്ത് നിൽക്കുന്ന രണ്ടുപേർ തമ്മിൽ കരങ്ങൾ കോർത്തു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത നമുക്ക് എല്ലാവർക്കും കൂടി നിൽക്കാനുള്ള സ്ഥലത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ദൈവദാസന്മാർ, സഹോദരിമാർ, ഹല്ലേലൂയ, ദൈവമക്കൾ എല്ലാവരും നമുക്ക് അടുത്തടുത്ത് നിൽക്കുന്ന രണ്ടുപേരും ചേർന്ന് കരങ്ങൾ കോർത്തു പിടിച്ച് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആൻഡമാൻ നിക്കോബാർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദാമൻ ദിയു, ചണ്ഡീഗഡ്, ന്യൂഡൽഹി, ലഡാക്ക്, ജമ്മു കാശ്മീർ തുടങ്ങിയ 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ ഉണർവിനും വിടുതലിനും വേണ്ടി ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ദേശങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി ഹല്ലേലൂയ തലസ്ഥാനങ്ങൾ, ഹല്ലേലൂയ നഗരങ്ങൾ, പട്ടണങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി നമുക്ക് ചേർന്ന് ഒരുമിച്ച് നമുക്ക് 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കായി ആൻഡമാൻ നിക്കോബാറിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. പുതുച്ചേരിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ലക്ഷദ്വീപിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദാമൻ ദിയുവിനായി സ്തോത്രം ചെയ്യുന്നു. ചണ്ഡീഗഡിനായി പ്രാർത്ഥിക്കുന്നു. ന്യൂഡൽഹിക്കായി, ഇന്ത്യയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലഡാക്കിനായി പ്രാർത്ഥിക്കുന്നു. ജമ്മു കാശ്മീരിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ഓരോ സ്ഥലങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം വെളിപ്പെടുവാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ദൈവകരം പ്രവർത്തിക്കട്ടെ, ദൈവകരം പ്രവർത്തിക്കട്ടെ. ആ ദേശങ്ങളിലുള്ള പട്ടണങ്ങൾ വിടിവിക്കപ്പെടട്ടെ, ഗ്രാമങ്ങളുടെ മേൽ ഉണർവുകൾ അയക്കപ്പെടട്ടെ. അവിടെയുള്ള അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ. അവിടുത്തെ അധികാരികളുടെ മനസ്സിനെ ദൈവം
ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമേ, അത്ഭുതം ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. 2026 ഹല്ലേലൂയ ഞങ്ങൾക്ക് ദൈവദാനമായി തരുമ്പോൾ ഈ പട്ടണങ്ങളുടെ എല്ലാം ഉണർവ്, ഈ കർത്താവേ സ്വത്രം ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ദൈവമേ ഇത്രത്തോളം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ എല്ലാം മറുപടി കർത്താവെ അടുത്ത നാളുകൾ കാണത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ദൈവം ഈ 8 ഹല്ലേലൂയ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ദൈവത്തിന്റെ ഉണർവ് അയച്ചിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ പാട്ട് നമ്മൾ എല്ലാവരും ഇരുന്നാട്ടെ. ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ സ്വന്തം കാഴ്ച അതിൻ്റെ പാലക്കാലം നമുക്ക് കേൾക്കുവാനിടയായി എടുക്കാനിടയായി ചെയ്യും. സഹോദര
മാത്രം യേശുവല്ല ആരുമില്ല യേശു മാത്രം യേശുവല്ല ആരുമില്ല ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമയത്ത് നമ്മൾ എടുത്ത കാണിക്കയ്ക്കായി പ്രൈസ് ദി ലോർഡ്. ആമേൻ. രാജപാസ് പ്രാർത്ഥിക്കും. കാണിക്കാം സ്തോത്രം ചെയ്തു കാല കർത്താവെ കൂടി വരുത്തുന്ന കർത്താവ് വലിയ കണ്ണയ്ക്കാതെക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ കരത്തെ അനുഗ്രഹിക്കനായി പ്രാർത്ഥിക്കുന്ന കർത്താവിന് 100 വഴി കർത്താവെ മടക്കി കൊടുക്കണനായി പ്രാർത്ഥിക്കാൻ നന്മ അനുഗ്രഹിക്കുന്ന കർത്താവെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹപ്പെടുത്തലായി ദിവസം സഹായിക്കുന്ന വലിയ കൃപയ്ക്കാതെക്കായി സ്തുതിക്കുന്ന കർത്താവ് ഓരോ കാലം പ്രതി അനുഗ്രഹിക്കും മടങ്ങി നീട്ടാൻ കഴിയാതിരിക്കുന്ന മധ്യത്തിലുണ്ട്. പുള്ളിയുടെ ദേവദാസിയും മകളും ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. ശാരീരികമായ ചില ക്ഷീണങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ടീമായിട്ട് അവരുടെ ഭവനത്തിൽ കടന്നുപോയി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. ഞെരുക്കത്തിൽ കൂടി കടന്നുപോയ അവസ്ഥയായിരുന്നു. മകളുടെ വിവാഹത്തിൻ്റെ 1 രൂപ പോലും കാണാതെ ഇരുന്ന സ്ഥലത്ത് ആമേൻ എപ്പോഴും കണ്ടാലും എൻ്റെ അടുത്ത് അപ്പച്ചൻ പറയും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒത്തിരി പാസ്റ്റർമാരും ആ മകളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. ഞങ്ങൾക്കും കടന്നുപോയി 3 മാസങ്ങൾ ഓരോ മാസങ്ങളിൽ ആ കുഞ്ഞിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ഇടയാക്കി. നമ്മുടെ 3 പ്രാവശ്യവും ദൈവദാസന്മാരുടെ ശക്തമേറിയ ആലോചനകൾ ആ കുഞ്ഞിൻ്റെ വിവാഹവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുമെന്ന് പറഞ്ഞ ആലോചനകളൊന്നും വെറുതെ പോയിട്ടില്ല. എല്ലാം അതുപോലെ ഞങ്ങൾക്ക് പോയി അത് അനുഭവിപ്പാൻ, ആലോചന വരും കേൾവിയാലല്ല അത് കാഴ്ചയാലും കൂടി കാണുവാൻ ആ മകളുടെ വിവാഹം ആമേ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതിന് എത്ര നന്ദി പറഞ്ഞാലും അവർക്ക് മതിയാകത്തില്ല. ആമീൻ. അവർ ചില പ്രോത്സാഹനമൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവർ ആഗ്രഹിക്കുന്നില്ല പറയണമെന്നുള്ളത്. ഞാനത് പറയുന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ആമേ പ്രൈസിൽ ഒരു അല്പസമയം അതിനാശ്രതമാക്കിക്കൊണ്ട് അപ്പച്ചൻ അവിടെ നിൽക്കുക തന്നെ വരുമോ? ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ആമേ സ്തോത്രം പറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ആദ്യം സർവശക്തനാകുന്ന ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം ഭയങ്കരമാകുന്ന ഒരു കാര്യമാണ് ചെയ്തത്. അത് വലിയ അത്ഭുതങ്ങളാണ്. നിങ്ങൾ കേട്ടാൽ കേൾക്കാത്ത, നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ പറയും. ദൈവത്തിൻ്റെ സ്തോത്രം. അല്പസമയം ദൈവത്തിൻ്റെ സ്തോത്രമായ ദൈവസ്ഥലിൽ എനിക്ക് തരണം. എൻ്റെ ഭാര്യയും കൂടെ വരുവാൻ ഇരുന്നതാണ്. വളരെ സന്തോഷമായിട്ടിരുന്നതാണ് ഭാര്യ വരുവാൻ. ഭാര്യയും മകനും വരുവാനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം മലരിയ. ഇന്നലെ രാത്രി 2:30 മണിക്ക് ദൈവത്തിൻ്റെ സ്തോത്രം മലരിയാമെന്ന് ദൈവത്തിന് ഒരു അസുഖം വന്നു. എന്നിട്ട് കഫക്കേറ്റം. ഹല്ലേലൂയ. ഇതുവരേക്കും ഇല്ലാത്ത ഒരു രോഗം ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ സ്തോത്രം വന്നു. പ്രൈസ് ദി ലോർഡ്. ശരീരം മുഴുവനും വിറയലാണ്. ഹല്ലേലൂയ. ദൈവത്തിന്